ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ പയന മ്യൂസിയം കവർ ചെയ്തു. വേറെ നമ്മൾ ഇന്നലെ പോയിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂ, പിന്നെ മൈസൂർ പാലസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓൺ ദ വേ കാണാം ഗൈസ്. ഇവിടുത്തെ മോളാണ് ഗൈസ്. നമുക്ക് പറ്റുമെങ്കിൽ ഇതിനിങ്ങോട്ട് വന്നിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വെയിൽ നമുക്ക് പൊള്ളും, വേണം. നമുക്ക് ഒരു ഫീല്, നമുക്ക് ചൂടടിച്ചാലും അതെ അതെ ബാംഗ്ലൂരൊക്കെ ഇങ്ങനത്തെ നമുക്ക് അങ്ങനെ ചൂടടിച്ചാലും പുഴുങ്ങലൊന്നുമില്ല. ഫൈനലി നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. ടിക്കറ്റിംഗ് ആണ് എടുത്ത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, അവരും കൂടെ വന്നിട്ട് നമ്മൾ കയറാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സ്കൂൾ പിള്ളേരൊക്കെ സൂ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഇവിടെ. ഇതുവഴി നമ്മുടെ അണ്ടർ പാസിലോട്ടാണ് പോകുന്നത്. നമ്മൾ അത്യാവശ്യം നമ്മുടെ ലഗേജസ് ഉണ്ടായിരുന്നു, സോ ഇവിടെ ഞങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഒരു ലഗേജിന് 15 രൂപ വെച്ചിട്ടാണ്. നമ്മളിവിടെ കുപ്പി അകത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ അകത്ത് പ്ലാസ്റ്റിക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു സ്റ്റിക്കർ ഒട്ടിക്കും. അതായത് ഇങ്ങനൊരു സ്റ്റിക്കർ ഒട്ടിക്കും. ഈ സ്റ്റിക്കറിന് ഒട്ടിച്ചത് മാത്രമല്ല 10 രൂപ മേടിക്കും. ഈ 10 രൂപ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഈ കുപ്പി ഇവിടെ തിരിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ കൊടുത്ത പൈസ തിരിച്ചു തരും കേട്ടോ. ജെൻസിന് സെപ്പറേറ്റ്, ലേഡീസിന് സെപ്പറേറ്റ് ആണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് വരുന്നത്. നല്ല തിരക്കുണ്ടെന്ന്. 100 പാസ് വഴിയാണ് അപ്പുറത്ത് കയറേണ്ടത്. ഇവിടെ നിന്ന് കയറി നേരെ വരുമ്പോൾ നമ്മൾ നേരെ കയറുന്നത് സൂവിനകത്താണ് കേട്ടോ. ഉറക്കമാണ് ഗൈസ്. റൈക്ക അവൾ ഉറങ്ങിയതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കുഞ്ഞിനെ ചേട്ടന്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. അങ്ങനെ പ്ലാനിലാണ്. യെസ്. പക്ഷെ ഭയങ്കര ക്ലീൻ ആണ്. ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കിളികളാണ് ഗൈസ്. മയിലുണ്ട് വാ കാണിച്ചിര. ഗൈസ്, ഈ വേഴാമ്പലിപ്പം മറിഞ്ഞ് വീഴും. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. അടിപൊളിയാണ് കേട്ടോ. ഒരു ഭയങ്കര ക്ലീൻ ആണ്. ഇവിടുത്തെ ഹൈലൈറ്റ് സാറസ് ക്രെയിൻ ആണ്. എന്തോ കഴിച്ച് തിന്നിരിക്കുകയാണ്. ബൈ. ഇത് വലിയ ഒരെണ്ണം, എന്നാ സൈസാണെന്നറിയാം. നമ്മളെ നാട്ടിൻ പുറത്തുള്ള പോലത്തെ ചെറിയ ചെറിയ ഐറ്റംസാണ് ഗൈസ് ഇവിടെ ഉണ്ട്. എക്സിറ്റ് 2 കിലോമീറ്റർ, അതിനടുത്ത് 2.5 കിലോമീറ്റർ നമ്മൾ നടക്കാനുണ്ട്. അപ്പം അത്രയ്ക്ക് അനിമൽസും ബേർഡ്സും ഒക്കെ അതിൻ്റെ അകത്താണ്. ഇത് ഫുള്ള് ബേർഡ്സ് ആട്ടോ. ഒരു ഫുള്ള് പനന്തത്ത, പച്ചത്തത്ത, എല്ലാം മിലിറ്ററി മെക്കാവോ. കുറച്ചിപ്പുറത്ത് വരുമ്പോഴേക്കും എന്തൊക്കെ ബേർഡ്സ് ഉണ്ട് എന്നുള്ള എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. മെക്കാവോസ്. ഇത് കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം കഴിച്ചു ഇവിടെ. നല്ല ക്രൗഡായിട്ടുണ്ട്. ഫുള്ള് പിള്ളേരാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പോകാൻ കേട്ടോ കയറി. പക്ഷെ നമ്മൾ നടന്ന് തന്നെ കാണുന്നു. ഫൈനലി ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ആ ഒരു പുലി കിടക്കുന്നത്. എൻ്റെ അമ്മ, അവന് കിടക്കാൻ വാട്ടർഫോള് വമ്പ ആംബിയൻസിലാണ് ഇത് കിടക്കുന്നത്. റോയൽ ബംഗാൾ ടൈഗർ ആണ് കേട്ടോ ഇത്. ഇതിനകത്തുള്ളത് ഞാൻ നേരത്തെ കാണിച്ചത്. ഭയങ്കര ഹ്യൂജ് സൈസാണ്. ഭയങ്കര പാണ്ടൻ സാധനം. ഇതിപ്പം എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഇതായിരിക്കും. ദേ, 2 പേര് ഉറങ്ങി ഗൈസ്. നമുക്ക് ഭാഗ്യമില്ല. ഹെവി ഉറക്കം. 2നെ എങ്ങനെയെങ്കിലും എണീപ്പിക്കണം. ഇതാണ് ആ ചെറുക്കം. 2 പേരും സുഖ ഉറക്കം. എണീടാ. ഒന്നും പറയാനില്ല, ഭയങ്കര തിരക്ക്. അത് മാത്രമല്ല, ചെറുക്കന്മാരെല്ലാവരും നല്ല ഉറക്കം. ലെപ്പോർഡ്സ് ഉറങ്ങുന്നു ഗൈസ്. 2 2 വിൻഡോസിലായിട്ട് 2 കിടന്നുറങ്ങുക. കപ്പിൾസ് ആണെന്നാണ് തോന്നുന്നത്. വിളിക്കുന്നു. ചേട്ടാ നോക്ക്, ചേട്ടാ നോക്ക്, മക്കളെ നോക്ക്. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ആറ്റിറ്റ്യൂഡാണ് കേട്ടോ മുത്തിന്.
പ്രിയ പത്നി വന്നപ്പോൾ പോയത് കണ്ടോ? 2.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ് വിചാരിച്ച് ഇതിൽ കയറി വന്നാൽ മതി എന്നുള്ളത്. പക്ഷെ നടന്ന് കാണുന്നതിൻ്റെ സുഖം വേറെയാണല്ലോ എന്നാലോചിക്കുമ്പോൾ നടക്കാം. കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. നല്ല ക്യൂട്ട് വൈറ്റ് ടൈഗർ ഗൈസ്. ഒരാളെ ഉള്ളൂടാ, ഒരാളിപ്പുറത്തും ഒരാൾ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ചെറിയ സീന്. അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഇവന്മാരെ എനിക്ക് ഇഷ്ടമല്ല. ഇതിനകത്ത് എല്ലാത്തിനകത്തും ആൾക്കാരുണ്ട്, പക്ഷേ എടുക്കാൻ വകുപ്പില്ല, കിട്ടത്തില്ല. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. കാട്ടിലെ രാജാവിനെ കാണിച്ചു തരാം. യാരടാ ഇവൻ കാല് മറിച്ചിട്ട് കിടന്നുറങ്ങണവൻ. എണീരടേ, സിംഹങ്ങൾക്കും കൂടെ നാണം കെടുത്താൻ വേണ്ടിട്ടുള്ള വർഗം. പശുവിനെ പോലെ കിടക്കുക. എടാ മറ്റേ സ്ട്രീറ്റിലൊക്കെ ഉണ്ടല്ലോ ഡോഗ്സ്, മറ്റേ റോഡില് പട്ടികൾ കിടക്കത്തില്ലേ, അതേപോലെ. എല്ലാവന്മാരും ഉറക്കമാണ്. കണ്ടോ, ഒരാൾ പാറയുടെ മണ്ടയ്ക്ക്, ഒരാൾ താഴെ, രണ്ടുപേരുണ്ട് കേട്ടോ അവിടെ. ഇതിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി വരെ ഉണ്ട് ഗൈസ്. എന്തിനു വേണ്ടി? വെറ്റിനറി സർവീസ് ആണ് കേട്ടോ ഇത്. ഹോസ്പിറ്റൽ. Guess who I am. എൻ്റെ മോനെ വിഷയം സാധനം. ഇവ മാത്രമാണ് നമുക്ക് ഫോട്ടോയ്ക്ക് നിരയാക്കി ഇരുന്ന് തന്നത്. എൻ്റെ കൂട് കണ്ടോ? വിഷയം ബോഡി വിത്ത് മസിൽ ഷോ. എനിക്കിനെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. നല്ല പോലെ ടയർഡായി ഗൈസ്. Construction of gorilla enclosure sponsored by Infosys Foundation. ശിവന്മാരെല്ലാരും ഇവിടെ കിടന്ന് മടി അമറ നിരീക്ഷണത്തിലാണ്. ഞാനും ഹായ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂടിൻ്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. ഒരു കണ്ടാൽ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു വീട് വെച്ച് അടിപൊളിയായിട്ട് താമസിക്കാൻ തോന്നും. ഇപ്പുറത്തൊരു കൂടിരിപ്പുണ്ട്. എന്താണ് എൻ്റെ അമ്മൂൻ്റെ സൈസ് ഒരു വൃത്തിയില്ലാതിരിക്കുന്നു. പുല്ല് തന്നെയാണ് ഗൈസ്, അവന്മാരെ പുല്ല് തന്നെയാണ്. പിന്നെ ഇവിടെ കൂട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ നിയറായിട്ട് വരികയാണ് ഗൈസ്. എൻ്റെ അമ്മേ റേഞ്ച്. കുറെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അടുത്ത് നമ്മൾ പോകുന്നത് സീബ്ര ലൈൻസിലാണെന്ന് തോന്നുന്നു. അടുത്ത് നമ്മൾ സീബ്രയെ കാണാനാണ്. സീബ്ര സീബ്ര ഫുഡ് കഴിക്കണം കേട്ടോ അവരപ്പോൾ. ഉച്ച ടൈമായി, ഫുഡ് കഴിക്കേണ്ട ടൈമാണ് അവന്മാർ. അടിയിൽ കിടന്ന് ഉറങ്ങാണ് പിള്ളേർ.
ഇതാണ് നമ്മുടെ ഒറാങ്കുട്ടൻ. ഒറാങ്കുട്ട ഒറാങ്കുട്ട ബേബി ബെയറാണ്. ഓ ക്യൂട്ട്, പക്ഷേ സൈസ് കുറവാണ്. എന്ത് ചെയ്യാനുള്ള പ്ലാൻ? അവർക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേസ്, കണ്ടോ? Yeah, good. Yeah. തണ്ണിമത്തം കഴിക്കുകയാണ് കേട്ടോ അവൻ. വാവ്, അടിപൊളി. കുറുക്കന്മാര് ഫുൾ ഓഫ് കുറുക്കച്ചാറാണ്. എൻ്റെ എല്ലാം ഓളന്മാരാ. ഗൈസ്, അടുത്ത് നമ്മൾ പോകുന്നത് വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നേരം നമ്മളിത് കണ്ടതല്ലേ, അപ്പം നമുക്ക് കുറച്ചൊരു ഫൗണ്ടെയിൻ ആവാം. കണ്ടോ, വാട്ടർ ഫൗണ്ടെയിൻ. അടിപൊളി വാട്ടർ ഫൗണ്ടെയിൻ ആണ് കേട്ടോ. ഇത് ഏതൊക്കെ കണ്ടോ, സ്റ്റെപ്പിൽ വഴി വഴി വരുന്നത്. വാവ്, അതിൻ്റെ ഹൈറ്റ് കണ്ടോ എത്രയാണുള്ളത്. സ്പോട്ടഡ് ഡിയർ. എന്തിനാ നീ ഇഞ്ഞു വന്നേ? എന്തിനാ ഇഞ്ഞു വന്നേ? വഴിതെറ്റി വന്നയാണോ? She enjoying, guys. Yes. Guys, ഇത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇവനാണ് കേട്ടോ. 1 മൈൽ വെളിയിലായിപ്പോയി. നിറയെ കാട്ടുപോത്തുകൾ. പക്ഷെ എൻ്റെ ദൈവം, വിഷയം സാധനം ഗൈസ്. സൈസ് ഉണ്ടോ ഗൈസ്? എൻ്റെ അത് മണപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കഴിക്കണ വേണ്ടി കഴിക്കുന്നു. ആ തൊട്ട കണ്ടോ, ആ മുഖത്തിൻ്റെ ലാളത്തെയും കണ്ടോ. എലിഫന്റിന്റെ ഒരു ഇതൊരു വെറൈറ്റി എലിഫന്റാണ്. കൊമ്പ് കണ്ടോ അതിന്റെ? എന്ത് സൈസ്! ആഫ്രിക്കനായിരിക്കും ഈ എലിഫന്റ് ആട്ടോ അത്. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. വലിയൊരു ട്രീയുടെ താഴെ ഇരുന്ന് പപ്പ വലിയൊരു കുടയൊക്കെ വെച്ച്, എന്തിനു വേണ്ടി ആ കുട വെച്ചിരിക്കുന്നത് പപ്പയ്ക്ക് പോലും അറിയത്തില്ല. അമ്മയൊക്കെ തളർന്നു. ഓ, ഇത് കാട്ടാടാണ് കേട്ടോ. മാനാണോ അതോ കാട്ടാടാണോ? മാന തന്നെ. നമ്മൾ നേരത്തെ കണ്ടവർ തന്നെയാണ്. ആര്? നമ്മളെ ഒറാങ്കുട്ടന്മാരിരുന്ന് ചൊറിഞ്ഞൊറിഞ്ഞിരിക്കുക. ഇവിടെയുള്ള നാടൻ മങ്കികൾ ഗൈസ്. ഉമ്മരൊക്കെ എന്തിനാന്ന് ഇവിടെ കൊണ്ടിട്ടേക്കണേ. അവന്മാർ നോക്കാം എന്തിനെല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുന്നതിനൊക്കെ. ഇത് റോയൽ കേജ് ആണ് കേട്ടോ. റോയൽ ഹെറിറ്റേജ് സ്ക്യൂസ് കേജ്. കൊള്ളാല്ലേ? ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. ബൊഗൈൻ വില്ലാസും ഒക്കെ ഉള്ളൊരു സ്ഥലം. റെയിൻ ഹൗസറാണ്.
ഗൈസ് ഒരു അടിപൊളി സ്ഥലം കാണിച്ചിട്ട് കൊണ്ട് ലേക്ക് എന്താ അടിപൊളി ഇതല്ലേ, ഒരു ഗ്രീനാണ് കേട്ടോ, ഫുള്ള് ഇവിടെ ഗ്രീനാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്രീനറി നിറഞ്ഞൊരു ലേക്കാണ് കേട്ടോ ഇത്. സ്വീറ്റ് അല്ലേ. പിന്നെ റെപ്റ്റൈൽസ് ആണ് കേട്ടോ അടുത്തുള്ളത്. ನೋಡಾ എൻ്റെ അമ്മോ, ഫിഷ് ഐറ്റം ഗൈസ്. കരിമൂർക്കൻ കിങ് കോബ്ര ഗൈസ്. ഷട്ടർ അഴിച്ചിട്ടുണ്ട്. ഭയങ്കര അഗ്രസീവ് ആയിരിക്കും അപ്പോൾ എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ചുള്ള കൂട്ടിനകത്താണോ മരുമാർ പുറത്തിറങ്ങിയിട്ടില്ല. ഇതൊക്കെ ചേര എന്നാണ് പറയുന്നത്. റൈറ്റ്. ഗ്രീൻ അനാക്കൊണ്ട 25 വർഷമാണ് അതിൻ്റെ ആയുസ്. ഇതൊക്കെ അനാക്കൊണ്ടാണ് ഗൈസ്. ഹിപ്പോപ്പൊട്ടാമസ് ആണ് ഗൈസ്. പുലി, ബ്ലാക്ക് പാന്തറാണ് ഗൈസ് അവിടെ ഇരുന്ന് കിടക്കുന്നു. ഇതിന് വായും തുറന്ന് കിടക്കണം മുതല്. വല്ലതും വന്ന് വീടെന്നും പറഞ്ഞോണ്ട് കിടക്കും. കൊള്ളാം കേട്ടോ, കൊള്ളാം അല്ലേ. അത് നമുക്ക് പറന്നൊക്കെ കാണിച്ചു എങ്ങനെയാണ് പറക്കേണ്ടതെന്നൊക്കെ. അയ്യോ, ക്യൂട്ടായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. ഇത് വലിയൊരു കൂട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അവരും വെള്ളത്തിലൊരു ഫുൾ ടൈം വെള്ളത്തിലൊക്കെ ഇപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ അവരും എൻജോയ് ചെയ്യുന്നുള്ള. ഗൈസ്, അടുത്തൊരു ഓസ്ട്രിച്ച് ആണ് കേട്ടോ. നമ്മുടെ ജിറാഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. പക്ഷെ ആ സാധനം ഏറ്റവും അവസാനമായിരുന്നു ഗൈസ്. ജിറാഫിനെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ ഒരു ലോഡ് ജിറാഫ്സ് ഉണ്ട്. അപ്പം നമ്മളെ ഫോക്കസ് അടിച്ച്. ഹായ്, ഒരാൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ജിറാഫിനെയും എല്ലാ ആനിമൽസിനെയും കണ്ടിട്ട് ഇറങ്ങി. അമ്മ ബാക്കിൽ നിന്നുണ്ട്, ബാക്കി എല്ലാവരും അങ്ങ് പോയി. അങ്ങനെ നമ്മുടെ സൂവിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പാലസിലോട്ടാണ് പോകുന്നത്. പാലസിന്റെ വിശേഷം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.